കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ടിവികെ അധ്യക്ഷൻ വിജയ് യോടി മാസം 15-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സിബിഐ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ 15 ദിവസത്തെ സമയം വേണമെന്ന ആവശ്യം സിബിഐ അംഗീകരിച്ചില്ല. തമിഴ്നാട്ടിൽ വെച്ച് ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും പരിഗണിച്ചിട്ടില്ല. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരവിന്ദ്, എന്തുകൊണ്ടാണ് വിജയുടെ ആവശ്യം സിബിഐ പരിഗണിക്കാത്തത്? സിബിഐ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇതിലെ കരൂർ ദുരന്തത്തിലെ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് 2 ആവശ്യങ്ങളായിരുന്നു CBIയോട് വിജയ് അഭ്യർത്ഥിച്ചിരുന്നത്. പ്രധാനമായും 15 ദിവസത്തെ സമയം ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് വിജയ് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും വെച്ചോ അല്ലെങ്കിൽ ചെന്നൈയിൽ വെച്ചോ ചോദ്യം ചെയ്യൽ നടക്കണം എന്നതായിരുന്നു വിജയുടെ ആവശ്യം. എന്തായാലും ഈ 2 ആവശ്യങ്ങളും CBI ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. മാർച്ച് 15-ന് CBI ആസ്ഥാനത്ത്, ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഇപ്പോൾ വിജയോട് CBI ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 തവണ CBI ആസ്ഥാനത്ത് വിജയ് ചോദ്യം ചെയ്യലിനെത്തിയിരുന്നു. അന്ന് നിരവധി മണിക്കൂർ, ഏകദേശം 8 മണിക്കൂറിലധികം വിജയെ CBI ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും CBI ആസ്ഥാനത്ത് വിജയ് എത്തിയിരുന്നില്ല. പിന്നീടാണ് 15 ദിവസത്തെ സമയം കൂടി വിജയ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യം ഇപ്പോൾ CBI അംഗീകരിച്ചിട്ടില്ല. മാർച്ച് 15-ന് തന്നെ വിജയ് ഹാജരാകണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ CBI മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മാർച്ച് 17-ന് തമിഴ്നാട് മന്ത്രിയായ സെന്തിൽ ബാലാജിയോട് ഹാജരാകാനും ആവശ്യപ്പെട്ടു. നിലവിൽ സാക്ഷിയാണ് അദ്ദേഹം ഈ കേസിലുള്ളത്. എന്തായാലും വിജയുടെ ചോദ്യം ചെയ്യൽ മാർച്ച് 15-ന് തന്നെ നടക്കും. അതേസമയം വിജയുടെ 2 ആവശ്യങ്ങളും CBI ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല. ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ കൂടുതൽ സമയം വേണമെന്ന വിജയുടെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. ഞായറാഴ്ച തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് CBIയുടെ നിർദ്ദേശം. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.